ജനുവരി 17 ഈജിപ്തിലെ വിശുദ്ധ ആൻ്റണി. വിശുദ്ധ ആൻ്റണി ഈജിപ്തിൽ ഒരു ധനിക കുടുംബത്തിൽ 251 വർഷം ജനിച്ചു. 20 വയസ്സുള്ളപ്പോൾ അദ്ദേഹം വിശുദ്ധ കുർബാന മധ്യേ സുവിശേഷത്തിൽ നിന്നും ഇപ്രകാരം വായിക്കുന്നത് കേട്ടു: നീ പരിപൂർണനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിനക്കുള്ള സമസ്തവും വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. ആൻ്റണി അങ്ങനെ തന്നെ ചെയ്തു. തനിക്കുണ്ടായിരുന്ന വസ്തുക്കളെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തു. മറ്റ് സന്യാസികളുടെ ജീവിതമുറ മനസ്സിലാക്കിക്കൊണ്ട് നൈൽ നദിയുടെ കിഴക്ക് വശത്തുള്ള വിജന പ്രദേശത്തേക്ക് പോയി അവിടെ ഏകാന്ത ജീവിതം നയിച്ചു. ആൻ്റണിയെ അനുകരിച്ച് അനേകർ ദർ എൽ മെമൂൺ എന്ന മലയിലേക്ക് ചെന്നു. ഏകദേശം 305 വർഷം ആൻ്റണി അവർക്കായി ഒരു സന്യാസ ജീവിതക്രമം രൂപപ്പെടുത്തി. ശിഷ്യന്മാരുടെ ബാഹുല്യ നിമിത്തം അദ്ദേഹം നൈൽ നദിക്കും ചെങ്കടലിനും മധ്യേയുള്ള വേറൊരു വനത്തിലേക്ക് നീങ്ങി 45 വർഷം അവിടെ താമസിച്ചു. ദർ മാർ അന്തോണിയൂസ് എന്ന ആശ്രമം ഇന്ന് അവിടെ സ്ഥിതി ചെയ്യുന്നു. ഈ ഏകാന്ത ജീവിതത്തിനിടയ്ക്ക് 60-ാമത്തെ വയസ്സിൽ അലക്സാണ്ട്രിയയിലേക്ക് പോയി മതമർദ്ദന വിധേയരായ ക്രിസ്ത്യാനികളെ അദ്ദേഹം ആശ്വസിപ്പിക്കുകയുണ്ടായി. 88-ാമത്തെ വയസ്സിൽ രണ്ടാമതും പോയി ആര്യൻ പാഷണ്ഡികളെ മാനസാന്തരപ്പെടുത്താൻ ശ്രമിച്ചു. പിശാചുക്കൾ ആൻ്റണിയെ വളരെയേറെ മർദ്ദിച്ചു എന്ന് പറയപ്പെടുന്നു. ഒരിക്കൽ അവർ അദ്ദേഹത്തെ അടിച്ച് മൃതപ്രായനാക്കിയെന്ന് ചില ചരിത്രകാരന്മാർ പ്രസ്താവിച്ച് കാണുന്നു. ഞാൻ നിങ്ങളെ ഭയപ്പെടുന്നില്ല, നിങ്ങൾക്ക് എന്നെ ഈശോയോടുള്ള സ്നേഹത്തിൽ നിന്ന് അകറ്റുവാൻ കഴിയുകയില്ല എന്നാണ് അദ്ദേഹം പിശാചുക്കളോട് പറഞ്ഞത്. 2-3 ദിവസം കൂടുമ്പോൾ മാത്രം കുറേ അപ്പവും വെള്ളവും കഴിച്ചിരുന്ന ആൻ്റണി അനുകരിക്കുക പ്രയാസമാണ്. എങ്ങനെയാണ് വിശുദ്ധ ആൻ്റണി ജീവിച്ചിരുന്നതെന്നുള്ള അറിവ് ഒരു വ്യക്തിയെ പുണ്യത്തിൽ ആനയിക്കുവാൻ പര്യാപ്തമാണ് എന്നത്രേ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രകാരനായ മാർ അത്തനേഷ്യസ് പ്രസ്താവിച്ചിരിക്കുന്നത്. ഈ പ്രായശ്ചിത്തവും ഏകാന്തതയും വനത്തിലെ ജീവിതവും 105-ാമത്തെ വയസ്സ് വരെ ജീവിക്കാൻ പ്രതിബന്ധമായില്ല. 356 വർഷം അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. പ്രലോഭനങ്ങൾ വർദ്ധിക്കുമ്പോൾ ആൻ്റണി ആശാനിഗ്രഹവും പ്രാർത്ഥനയും വർദ്ധിപ്പിച്ചിരുന്നു. ഈശോയോടുള്ള സ്നേഹത്തിൽ നിന്ന് യാതൊന്നും എന്നെ അകറ്റുകയില്ലെന്ന അപ്പസ്തോലൻ്റെ മനോഭാവമായിരുന്നു സന്യാസിവര്യനായ വിശുദ്ധ ആൻ്റണിയുടെയും.